ഇന്നലെ ഞാൻ എന്ത് വലിയ പ്രശ്നമാ ഉണ്ടാക്കിയത്. എന്നിട്ടും എന്നെ കുറിച്ച് ഒരു ന്യൂസും പേപ്പറിൽ വന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്റെ ന്യൂസ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിനെ ചിന്ന ഭിന്നമാക്കും. എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. ജനങ്ങൾ മുഴുവനും കണ്ടയുടൻ ഷോക്ക് ആവണം. ഇതിൽ തീ പിടിക്കുന്നേയില്ലല്ലോ. കൊള്ളാം, കലക്കി. ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ മറ്റുള്ള ടെസ്റ്റും ചെയ്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം സക്സസ്ഫുൾ ആകും. എന്റെ ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം 100% ടെസ്റ്റ് ചെയ്ത് വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ ഏത് സമയത്ത് എന്ത് പ്രശ്നവും ഉണ്ടാകാം. ഓ ആരാ ഈ സമയത്ത്? ഒരുപാട് പേരുണ്ടല്ലോ, അതും കയ്യിൽ ഗണ്ണും ഉണ്ട്. ഓ ഗോഡ്, എനിക്ക് തോന്നുന്നത് ഇവർക്ക് എന്റെ പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള മെസ്സേജ് കിട്ടിക്കാണും. ഇപ്പൊ ഞാൻ എന്റെ പുതിയ ഇൻവെൻഷൻ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കും? ഡോക്ടർ ഖുറാന, ഡോർ ഓപ്പൺ ചെയ്യേ. ഈ ഗാർഡ്സ് എല്ലാം എന്റെ ആളുകൾ തന്നെയാണ്. ഷേടാ, ഇവൻ എന്റെ കൂട്ടുകാരനാണ്, മാർഷൽ. ഡോക്ടർ ഖുറാന, നിങ്ങൾ എത്ര സ്പെഷ്യൽ ഗാർഡ്സ് വേണമെന്ന് ചോദിച്ചോ അതിലും കൂടുതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ പുതിയ ഇൻവെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലല്ല, ഇപ്പോഴല്ല. ആദ്യം നമ്മുടെ കീക്കോ ഇവിടെ വരട്ടെ. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവനത് ഡീൽ ചെയ്തോളും. അല്പസമയത്തിനുള്ളിൽ കീക്കോ ഇവിടെ എത്തും. എന്നാൽ ശരി, അതിനു മുമ്പ് എന്നോടൊരു കാര്യം പറയൂ. നിങ്ങൾ ഇപ്പൊ ഏത് തരം സാധനമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ ആകുന്നത്? ആദ്യം നമ്മുടെ കീക്കോ ഇവിടെ വരട്ടെ, എന്നിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയാം. എന്താണ് ഇതൊക്കെ? മേയറെങ്കിൽ നിങ്ങൾക്ക് അതുപോലും അറിയില്ലേ? അത് ന്യൂസ് പേപ്പർ ആണ്. ആദ്യത്തെ കാര്യം, ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ന്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ പബ്ലു, വീട്ടിൽ വെച്ച് മാത്രം മംഗൾ എന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഓഫീസിൽ ഞാൻ നിന്റെ ബോസ് ആണ്. കോൾ മീ സർ. ഇപ്പൊ ഇതിൽ എന്ത് ന്യൂസാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആഴമുള്ള വെള്ളത്തിന്റെ നടുവിൽ രണ്ട് ബോട്ടുകൾ തമ്മിൽ ഇടിച്ചെന്നോ? എന്താണ്? അല്ല, ഞാനിതിൽ തെറ്റായിട്ട് എന്താ എഴുതിയിരിക്കുന്ന അങ്കിൾ? അല്ല ബോസ്. അതൊന്നും ഒറിജിനൽ ബോട്ട് അല്ല. അത് വെറും പേപ്പറിൽ ഉണ്ടാക്കിയ പേപ്പർ ബോട്ട്സ് ആണ്. കൊച്ചു കുട്ടികളൊക്കെ ആറ്റിലും കുളത്തിലും ഒക്കെ ഇട്ട് കളിക്കുന്നത്. നീ ആ ന്യൂസ് പോലും വിട്ടുവെച്ചില്ലേ? അതും ഫോട്ടോ എടുത്തുകൊണ്ട്. പിന്നെ ഇന്നലെ നീ എന്ത് ന്യൂസാണ് കൊണ്ടുവന്നത്? രാത്രി പകലായിട്ട് നീ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ? നീ കാരണം ഈ ന്യൂസ് പേപ്പർ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നീ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത് മുതൽ നിനക്കൊരു നല്ല ന്യൂസ് പോലും തരാൻ പറ്റിയിട്ടില്ല. സോറി അങ്കിൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സാർ, എനിക്ക് വീണ്ടും ഒരു ചാൻസ് തരൂ. ഞാൻ എത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ ന്യൂസ് കൊണ്ടുവന്ന് തന്നേക്കാം. സൂപ്പർ ന്യൂസ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യം ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നീ എന്റെ ഡിസ്റ്റൻസ് റിലേറ്റീവായ മരുമകൻ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഈ ന്യൂസ് പേപ്പർ ഓഫീസിന് അടുത്ത് പോലും തന്നെ വരുത്തില്ലായിരുന്നു. വേഗം ചെല്ലേ, എന്നിട്ട് ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവാ. ഒരു കാര്യം ഓർക്കണം, ഇതാണ് നിന്റെ ലാസ്റ്റ് ചാൻസ് എന്ന് ഓർക്കണം. ഡോണ്ട് വറി സർ, ഇപ്രാവശ്യം ഞാൻ അത്തരം ഒരു ന്യൂസ് കൊണ്ടുവരും. അത് വായിച്ചാൽ ഈ ഓഫീസ് മാത്രമല്ല ടോട്ടൽ സൺ സിറ്റിയും ഞെട്ടിപ്പോവും. ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ഇവൻ എന്നെക്കാളും മണ്ടനാണെന്നാണ് തോന്നുന്നത്. ഇന്നവൻ ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്നില്ല എങ്കിൽ അടുത്ത മിനിറ്റ് ഞാൻ അവനെ ജോലിയിൽ നിന്ന് അടിച്ചു പുറത്താക്കും. ഞാനിപ്പോ പറഞ്ഞ കാര്യം ആരെങ്കിലും കേട്ട് കാണുമോ? ഹലോ മിസ്റ്റർ പപ്ലു.
പോപ്പുലു അങ്കിൾ, നിങ്ങൾ എന്താ ബ്രേക്കിംഗ് ന്യൂസ് പ്രിന്റ് ചെയ്യാത്തെ? എങ്ങനെയാ പബ്ലിഷ് ചെയ്യുന്നത്? അതിന് എനിക്ക് എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിക്കോ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഡോക്ടർ ഖുറാനയുടെ പുതിയ കണ്ടുപിടുത്തം കാണാൻ ലാബിലേക്ക് പോവാ. എന്ത്? ഡോക്ടർ ഖുറാനയുടെ ലാബിലേക്കോ? പ്ലീസ് എന്നെയും നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. എനിക്കറിയാം അയാളുടെ ഇൻവെൻഷനെ കുറിച്ച് ഞാനൊരു ന്യൂസ് പബ്ലിഷ് ചെയ്താ തീർച്ചയായും അതൊരു വലിയ ന്യൂസായി മാറും. സോറി പോപ്പുലു അങ്കിൾ, അത് അദ്ദേഹത്തിന്റെ സീക്രട്ട് ഇൻവെൻഷനാ. നിങ്ങളെ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലീസ് കീക്കോ, ദയവ് ഇത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. മേറങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഷോക്കിംഗ് ന്യൂസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നാ. കീക്കോ, നീ എന്തിനാ പബ്ലുവിനെ കൂട്ടിക്കൊണ്ടുവന്നേ? എന്താ പറഞ്ഞത്? പപ്ലുവോ? ഇത് വളരെ വ്യത്യസ്തമായ പേരാണല്ലോ. ഡോക്ടർ ഖുറാന അങ്കിൾ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. പോപ്പുലു അങ്കിൾ എന്ന് പുതിയ ഇൻവെൻഷന്റെ ന്യൂസാ കവർ ചെയ്യുന്നത്. അതെപ്പോഴാ പബ്ലിഷ് ചെയ്യുന്നറിയോ? അങ്കിളിന്റെ ഇൻവെൻഷൻ ഉള്ള ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സേഫായ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടേ പബ്ലിഷ് ചെയ്യൂ. അതാലോചിച്ച് വിഷമിക്കണ്ട ഡോക്ടർ ഖുറാന. ഞാൻ ഇവിടെ ഉള്ളതുവരെ, എന്റെ ഈ ഗാർഡ്സ് ഇവിടെ ഉള്ളതുവരെ, പോരാത്തതിന് നമ്മുടെ കീക്കോയും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ ശരി, അപ്പൊ എന്റെ ഇൻവെൻഷന്റെ ടെസ്റ്റ് നമുക്കിപ്പോ തുടങ്ങാം. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സൂപ്പർ സൂട്ട്. എന്ത്? ഒരു സൂട്ടോ? ഡോക്ടർ ഖുറാന, സയന്റിസ്റ്റായ നീ എപ്പോഴാണ് ടൈലറായി മാറിയത്? ഇതൊന്നും സാധാരണ സൂട്ടല്ല. ഇപ്പൊ ഇതിന്റെ സ്പെഷ്യൽ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിപ്പോ ആരോട് അണിയാൻ പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. ഞാനിത് നിനക്കിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് പബ്ലു. എനിക്കോ? അല്ലല്ല, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. എടാ, നീ ഇത് ഇട്ടതിന് ശേഷം നീ ഒരു ന്യൂസ് മേക്കറായി മാറും. നോക്കിക്കോ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതെ പോപ്പുലു അങ്കിൾ, ആ സൂട്ട് ഒന്ന് ഇട്ട് നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗൺസ് എടുത്ത് ആഗ്രഹം തീരും വരെ പബ്ലുവിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കൂ. അയ്യോ വേണ്ട ഡോക്ടർ ഖുറാന, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഷെടാ, നിനക്കൊന്നും സംഭവിക്കില്ല പബ്ലു. ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കേ. ഗാർഡ്സ് ഷൂട്ട്. എന്റെ ദൈവമേ, ഡോക്ടർ ഖുറാന എത്ര സോളിഡായ ഒരു സൂട്ടാ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടു. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഇത് സംഗതി കൊള്ളാലോ. എനിക്കൊന്നും സംഭവിച്ചില്ല. ഈ സൂട്ടിന്റെ സ്ട്രെങ്തിനെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബ്രേക്കബിൾ. വാവ് ഖുറാന അങ്കിൾ, ഈ സൂട്ട് ശരിക്കും നല്ല സ്ട്രോങ് ആണ്. ഇതൊക്കെ ഒന്നുമില്ല കീക്കോ. ഞാനിപ്പോ ഇതിന്റെ ബാക്കി പാവസം കാണിച്ചു തരാം, നോക്കോ. പബ്ലു, ഇപ്പൊ നീ റൂഫിലും ചുവരിലും ചാടിക്കയറ്. പബ്ലു, ഇപ്പൊ നീ സൂട്ടിനകത്ത് നിന്ന് തന്നെ നിന്റെ കൈയും കാലും ഇങ്ങനെ അനക്കാൻ ശ്രമിക്കേ. കണ്ടോ കീക്കോ? ആരെങ്കിലും എന്റെ സൂട്ട് അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് കൊണ്ടും അപകടം ഉണ്ടാവില്ല. അവന്റെ മേലിൽ തീ പോലും പിടിക്കില്ല. ബോംബ് പൊട്ടിയാലും പ്രശ്നമില്ല. എല്ലാത്തിലും ഉപരി ഈ സൂട്ട് അണിയുന്നവൻ ഉയർന്ന മസ്കുലർ ആയിട്ടും വളരെ വലിയ ശക്തിമാനായി മാറും. ഡോക്ടർ ഖുറാന അങ്കിൾ, ശരിക്കും ഇതൊരു പവർഫുൾ സൂട്ട് തന്നെയാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വളരെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ ഈ പവർഫുള്ളായ കാര്യം വലിയ അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കീക്കോ, ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിന്നെ വിളിച്ചത്. ഒരുപക്ഷെ ഇവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നീ അത് ഡീൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ബബ്ലു, ഇപ്പൊ നിനക്ക് ആ സൂട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ ഖുറാന, ആദ്യം ഞാൻ ഈ സൂട്ടിൽ നിൽക്കുമ്പോ തന്നെ സെൽഫി എടുത്തോട്ടെ.
ഇപ്പൊ ചില സെൽഫീസ് ആക്ഷനിലെടുക്ക. പബ്ലു, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്ക്, ആദ്യം സൂട്ട് അഴിക്ക്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ ഖുറാന. ഇപ്പൊ ഞാൻ ന്യൂസ് റിപ്പോർട്ടർ അല്ല, ഞാനിപ്പോ വലിയൊരു ന്യൂസ് മേക്കർ ആയി കഴിഞ്ഞു. ഈ നിമിഷം മുതൽ എന്റെ പേര് പോപ്ലു അല്ല, പക്ഷേ ന്യൂസ് മേക്കർ എന്നാണ്. എന്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു മിനിറ്റ് ഞെട്ടിപ്പോവും. പപ്ലു അങ്കിൾ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ആ സൂട്ട് റിമൂവ് ചെയ്ത് റിട്ടേൺ ചെയ്തേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ പോപ്പുലർ അല്ല, ഞാൻ എല്ലാവരും പേടിപ്പിക്കുന്നവനാണ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ പപ്ലുവിനെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് സൂട്ട് തിരികെ വാങ്ങിയേ പറ്റൂ. യെസ് ബ്രോ, സൂട്ട് മാത്രമല്ല അവന്റെ പാൻസും കോട്ടും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. എന്റെ ആയുധം വെച്ച് അവൻ എനിക്ക് തന്നെ തിരിച്ചടി തന്നിരിക്കുക. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ ഓട്ടോ റിപ്പയർ ചെയ്തേക്ക്. ഫോർമുല നമ്പർ 213 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ. പപ്പലു ഇപ്പൊ പപ്പടം പോലെ പൊടിഞ്ഞു പോയി. ഐഫൈദ, പപ്പലുവിന്റെ മുഖത്ത് കരിവാരി തേച്ചു. ഈ പപ്ലു ഇത് എങ്ങോട്ടാ പോയത്? അവൻ പേടിച്ചെവിടെയും എസ്കേപ്പ് ആയി കാണും. ഐ എം റിയലി സോറി ഡോക്ടർ ഖുറാന അങ്കിൾ, ഇതിനെല്ലാം കാരണം ഞാനാ. നിങ്ങളുടെ ടെസ്റ്റിംഗ് സമയത്ത് ഞാൻ പപ്ലുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അയ്യോ കീക്കോ, നീ ഇങ്ങനെ സോറി പറയേണ്ട ഒരു കാര്യമില്ല. അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റല്ലേ അത്. പപ്പലു ചെയ്ത കാര്യമുണ്ടല്ലോ, അത് ഞാൻ നാളെ എന്റെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഹെഡ്ലൈൻ ന്യൂസായി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. വേണ്ട മേയർ അങ്കിൾ, അങ്ങനെയൊന്നും ചെയ്യരുത്. അതാണ് പപ്ലു പ്രതീക്ഷിക്കുന്നത്. അവൻ ഫേമസ് ആകാൻ ആഗ്രഹിക്കുകയാണ്. അവനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തേക്ക് വിടാതിരുന്ന അവൻ സൺസിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തീർച്ചയായും തിരിച്ചെത്തും. ആ സമയത്ത് ഞാൻ അവനെ പിടിച്ചോളാം. പക്ഷെ കീക്കോ, നീ പബ്ലുവിന്റെ സൂട്ട് പവറിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ശക്തമായ ഓരോ കാര്യത്തിനും ഒരു വീക്ക് പോയിന്റ് തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് ആ സൂട്ടിന് ഏതെങ്കിലും ഒരു മൈനസ് പോയിന്റും ഉണ്ടാവും. അതെ ഉണ്ട്. ആ സൂട്ട് വളരെ ഡിഫറെന്റ് ആയ സൗണ്ട് വേവ്സ് വെച്ച്, അതായത് വ്യത്യസ്തമായ സൗണ്ട് വെച്ച് കുറച്ച് സമയത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപക്ഷെ ആ സൗണ്ട് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചാൽ അപ്പോഴാ സൂട്ട് പബ്ലുവിന്റെ ബോഡിയിൽ നിന്നും തന്നെ റിമൂവ് ആയി പോരുന്നതാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാലോ. പറയൂ ഡോക്ടർ ഖുറാന, അത് ഏത് തരം സൗണ്ടാണ്? ആ സൗണ്ടാണ് എനിക്കും അറിയാത്തത്. അത് തന്നെയാണ് ഞാനും റിസർച്ച് ചെയ്യുന്നത്. നോ പ്രോബ്ലം, എനിക്ക് ആ സൂട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ തരൂ. അത് ഏത് സൗണ്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. കീക്കോ, ഈ പെൻഡ്രൈവിനകത്ത് ആ സൂട്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.
പപ്ലു ഇട്ടിരിക്കുന്ന സൂട്ടിന്റെ മൈനസ് പോയിന്റ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ലാബിൽ തനിച്ചൊരു റിസർച്ച് ചെയ്യണം. യെസ് ബ്രോ, നമുക്കും ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് കീകോ? ഞാൻ ഖുറാനാങ്കിൾ എനിക്ക് തന്ന ഈ പെൻഡ്രൈവിലുള്ള ഡാറ്റ ഈ കമ്പ്യൂട്ടറിലൂടെ R7ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ആ സൂട്ടിന്റെ ഡീറ്റെയിൽ വെച്ച് ആ സൂട്ടിന്റെ ഒരു മോഡൽ റെഡിയാക്കാം. എന്നിട്ട് വേറെ വേറെ സൗണ്ട് വേവ്സ്, അതായത് ശബ്ദങ്ങൾ ഉണ്ടാക്കി സൂട്ട് മോഡലിന്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ഹോൺ സൗണ്ട് കേട്ടിട്ട് ആ മോഡലിന് ഒരു അനക്കവും ഇല്ല. വേറെ എന്താ ചെയ്യാ? വിസിൽ ട്രൈ ചെയ്യാം. ലോകത്തുള്ള എല്ലാ സൗണ്ടും ട്രൈ ചെയ്ത് സമയമെന്നാണല്ലോ തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നീ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചോണ്ടിരുന്ന നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്ക്. ഓക്കെ ബഡി? ഓക്കെ, ആസ് യു വിഷ്. നീ നിന്റെ ജോലി നോക്കൂ, അതിനുള്ളിൽ ഞാൻ നിന്റെ ലാബ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. നിന്റെ ഈ ലാബ് കാണാൻ നല്ല രസമുണ്ടല്ലോ കീകോ. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടല്ലോ. സൂപ്പർ സ്പീഡോ, ബെൽ സൗണ്ട് കേട്ടതും സൂട്ട് ഷേക്ക് ആയിരിക്കാ. ആണോ? ഞാൻ പറയാൻ വന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ബെല്ല് ഞാൻ മനഃപൂർവ്വം താഴേക്ക് തള്ളിയിട്ടത്. നമുക്ക് ആ സൂട്ടിന്റെ മൈനസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ ബെല്ല് ഷേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് വേവ്സ്, അത് കേട്ട ഉടൻ സൂട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഡോക്ടർ ഖുറാനാങ്കിൾ പറഞ്ഞില്ലേ, ആ സൂട്ട് ഒരു പർട്ടിക്കുലർ സൗണ്ട് വേവ് കാരണം കുറച്ചു നേരത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞില്ലേ? അതെ, ഒരു പക്ഷേ ആ സൗണ്ട് വേവ് വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അപ്പോ ആ സൂട്ട് തന്നെ റിമൂവ് ആവുമെന്ന് പറഞ്ഞല്ലോ. നീ ഒരു ജീനിയസ് ആണ്. ഇപ്പൊ നമുക്ക് ആ സൂട്ടിന്റെ വീക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. പപ്ലു ഇനി വരട്ടെ. ഇത്തവണ അവനെ ഡീൽ ചെയ്യാൻ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ വാ. ഇന്നലെ ഞാൻ എന്ത് വലിയ പ്രശ്നമാ ഉണ്ടാക്കിയത്. എന്നിട്ടും എന്നെ കുറിച്ച് ഒരു ന്യൂസും പേപ്പറിൽ വന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്റെ ന്യൂസ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിനെ ചിന്ന ഭിന്നമാക്കും. എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. ജനങ്ങൾ മുഴുവനും കണ്ടയുടൻ ഷോക്ക് ആവണം. ഞാൻ നിന്നോട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് പപ്ലു, പ്ലീസ് നീ ആ സൂട്ട് റിമൂവ് ചെയ്ത് എനിക്ക് തന്നേക്ക്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, ഈ സൂട്ട് ഒരിക്കലും തിരിച്ചു തരില്ല.
രണ്ട് മിനിറ്റ് സമയം നോക്കിക്കോ. ഞാനിപ്പോ തന്നെ എന്റെ ഓട്ടോ റിപ്പയർ മോഡലിട്ട് ശരിയാക്കിക്കോളാം. കിക്കോ, ഞാൻ നിന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ പോവുക, നോക്കിക്കോ. അപ്പൊ നാളെ ഈ ന്യൂസ് എല്ലാ പേപ്പറിലും വരും. എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. എന്റെ പേര് കേട്ടാൽ എല്ലാവരും ഞെട്ടണം. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ആ ബെല്ലിങ് താ. ഓക്കെ കിക്കോ. അല്ല, എന്റെ സൂട്ട്. സോറി പപ്ലു, ഇനി ആ സൂട്ട് നിന്റെ കയ്യിൽ ഉണ്ടാവില്ല. സൺസിറ്റിയുടെ വളരെ സേഫ് ആയ ലോക്കറിലുണ്ടാവും. മനസ്സിലായോ? ഇവരൊരു സൂട്ടും കോട്ടിട്ട് നമ്മളോട് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കാ. അവസാനം എല്ലാം കൈവിട്ടു പോയപ്പോ നടു റോട്ടിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ആ സൂട്ട് വളരെ സേഫ് ആയ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ നീ ജയിലിലേക്ക് പോവോ? വേണ്ട, നമുക്ക് പപ്ലുവിനെ ഇത്തവണത്തേക്ക് വെറുതെ വിടാം. അവന് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. താങ്ക് യു കിക്കോ, ഞാൻ പ്രോമിസ് ചെയ്യാണ് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ശരി, ഓക്കെ കിക്കോ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പപ്ലുവിന് അവസാനമായിട്ട് ഒരു ചാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പോ പിന്നെ ഞാൻ അവനെ എന്റെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല സൺ സിറ്റിയിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കും.